സ്റ്റാലിൻ സാറ് കഴിഞ്ഞ തവണ പറഞ്ഞു ഹിന്ദി എത്ര ഭാഷയെ വിഴുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അതായത് കണക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോ മേഖലകളിലുമുള്ള പ്രാദേശികത്വത്തെ ഏതോ ഒരു ദേശീയത അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. അത് ഒരു സ്ഥലത്ത് ഒരു രൂപമായിരിക്കും, ഒന്ന് പേര് വേറൊന്നായിരിക്കും എന്ന് മാത്രം. അപ്പം നമ്മുടെ ഇവിടെ ഉള്ള പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇങ്ങനെ വിഴുങ്ങിയതാണ്. ഏതോ ഒരു തരത്തിലുള്ള ഒരു വലിയ രൂപം വന്ന് വിഴുങ്ങുന്നതാണ് ഈ പ്രസ്ഥാനങ്ങൾ. എന്നിട്ട് അതാണ് നമ്മളുടെ ഇസം പോളിസി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കങ്ങനെ ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ വളരെ വിശദമായിട്ട് വെള്ളിയും ഇട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പോരാ. നമുക്ക് നമ്മളേതായ രാഷ്ട്രീയം പറയാനുള്ള, ചോറിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള, നെല്ലിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള, അങ്ങനെ ഓരോരോ മലയാളിയുടെ മണമുള്ള ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പൊളിറ്റിക്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ദാസേട്ടൻ്റെ സൈക്കിളിൽ കുടുംബത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം അത് ഇനിയും പറയാനുള്ള വിഷയമാണ്. ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന്, പ്രത്യേകിച്ച് ഇങ്ങനൊരു കാലഘട്ടത്തിൽ, ഇങ്ങനൊരു സമയത്ത്. വിജയം പരാജയം മാത്രമല്ല, അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളൊരു ഒരു 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 പ്രത്യേക പോയിന്റ് സംസാരിക്കണം എന്ന് തന്നെ തോന്നുന്നത് അതുകൊണ്ടാണ്. ഈ ദാസന്റെ സൈക്കിളിൽ ശ്രീനിവാസൻ സിനിമകളുടെ സാമ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ സിനിമകളിൽ എവിടേക്കോ കുറച്ച് സരസമായിട്ടെങ്കിലും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ആ സിനിമകളിൽ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്, എല്ലാ സിനിമകളിലും. ദാസന്റെ സൈക്കിളിൽ അങ്ങനത്തെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു സമചിത്തത്തെ പറ്റി അല്ലെങ്കിൽ ഒരു സമത്വത്തെ പറ്റി സംസാരിക്കുന്നുണ്ടോ? ദാസേട്ടൻ സൈക്കിള് വളരെ കൃത്യമായിട്ട് സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഭയങ്കര പ്ലാൻഡായിട്ട് ചെയ്തതല്ല. അത് ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അത് വന്നു പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. അതേ സമയത്ത് ഏതൊരു വ്യക്തിക്കും വെറും സമകാലിക രാഷ്ട്രീയം അങ്ങനെ മാത്രമല്ലാതെ തന്നെ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിലൂടെ എൻ്റേതാണ് എന്ന് തോന്നുന്ന ഒരു ആത്മകഥയായിട്ട് തന്നെ ദാസേട്ടനെ വായിക്കാവുന്നതുമാണ്. ഇത് എൻ്റേതാണ് എന്ന് തോന്നുന്നത്. ഇയാൾ എപ്പോഴും എൻ്റേതാണെന്ന് ഒരു മനുഷ്യനത് കണ്ട്, സിനിമ കണ്ട് പറയാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നാവാൻ സാധ്യത ഈ ദാസനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏറ്റവും ക്ലോസായ സർക്കിളിൽ തന്നെ അയാൾ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ദിവസം ചോദിക്കും, അത് അതിശയപ്പെടുന്നു, ഏത് നമ്മൾ ദാസനോ എന്ന് ചോദിക്കുന്ന അതിശയപ്പെടുന്ന ഒരു ദിവസം, ദാസനോ ശരിക്കും ആണ് എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ദാസൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇയാളെ പരിചയം ഉണ്ടാവുക. കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ അങ്ങനെ പ്രത്യേക ഇഷ്ടമോ പ്രതിബദ്ധതയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഒരുപാട് തവണ വിളിക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഹരീഷ് പെരടിയെ കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ഹരീഷ് പെരടി കമ്മ്യൂണിസ്റ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത് നമ്മളൊരു ദാവാൻ കാര്യമില്ല. ചിലപ്പോൾ ഞാൻ നാരായണ 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 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ളൊരു അമ്മ വിളിക്കുന്നത് വിചാരിക്കും. ഞാൻ ഗുരുവായൂർ പോകാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ കേട്ടു. അത് പ്രാർത്ഥനകളിൽ വളരെ പ്രായപ്പെട്ട നാരായണ നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഉള്ളു തുറന്നിങ്ങനെ എത്രയോ ദൂരത്തുള്ള നടക്കേണ്ട അടുത്തൊന്നുമല്ല, കുറേ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രായമുള്ള അമ്മമാരെ കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നു എൻ്റെ അമ്മേനെയാണ്, മരിച്ചുപോയ എൻ്റെ അമ്മേനെയാണ് ഓർമ്മ. അപ്പോൾ ഉള്ളിലൊരു വല്ലാത്തൊരു വേദനയും ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഇതെന്താന്നൊക്കെ ആലോചിച്ചു, അറിയാതെ കുറച്ച് പെട്ടെന്ന് കട്ടുപോകും. ഈ മക്കളില്ലേ, മക്കളോട് കൊണ്ടാക്കിയതാണോ, എവിടെയായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ നല്ല നിലയിലാണോ, എന്തൊക്കെയോ അങ്ങനെ കുറേ ചിത്രങ്ങൾ കടന്നു പോകും. അതുപോലെയാണ് ഇൻകുലാബ് വിളി. ചെറുപ്പം മുതലേ കേൾക്കുന്ന വിളിയല്ലേ, കുറേ സഖാക്കൾ ഇൻകുലാബ് സിന്ദാബാദ് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഉയിര് കൊടുത്ത് വിളിക്കുന്ന വിളിയാണ്. ആ വിളീനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റ് സ്വഭാവമാക്കി മാറ്റിയാലും ആ വിളിച്ച പഴയ സഖാക്കൾ വിളിച്ച വിളി നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ കരച്ചിലൊക്കെ വരും. ഇപ്പോൾ 3 രാഷ്ട്രീയം എടുത്ത് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിനോടൊരു പ്രത്യേക ഇഷ്ടക്കൂടുതലുണ്ടോ? ഇഷ്ടക്കൂടുതൽ എല്ലാത്തിനോടും അങ്ങനെയൊന്നുമില്ല എനിക്ക്. അതായത് ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ഒരു ഇഷ്ടക്കുറവ് എനിക്കില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെ. കാരണം കോൺഗ്രസ് പാർട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നല്ല, ഈ വട്ടപൂജ്യത്തിലെത്തിയാലും എപ്പം വേണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. 100ൽ 100 മാർക്ക് വാങ്ങിയൊരു ദിവസം വരും അടുത്ത ദിവസം. അങ്ങനെയാണ് കോൺഗ്രസ്. നമ്മൾ വിചാരിക്കും കോൺഗ്രസ് ഇല്ലാതെ, കോൺഗ്രസ് ഒരിക്കലും ഇല്ലാതെയാവില്ല. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ കേഡർ പാർട്ടികൾ അങ്ങനെയല്ല. കുറഞ്ഞു പോയാൽ ചിലപ്പം അവസാനിക്കാൻ സാധ്യതയുള്ള സംഭവം. അത് ചില ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നമ്മളെ മുന്നിലുണ്ടല്ലോ. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിന് പൂർണ്ണമായിട്ടും പോയി എന്ന് വിചാരിച്ചാലും പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് വരാനും സാധ്യതയുള്ള ഒരു സംഭവമാണ്. അത് അതിന് മാത്രമേ പറ്റുള്ളൂ. ഈ വന്ദേ ഭാരതിനെ അനുമോദിച്ചപ്പോഴും മെട്രോ സംവിധാനത്തെ അനുമോദിച്ചപ്പോഴും ചന്ദ്രയാൻ
കുതിപ്പിനെ അനുവദിച്ചപ്പോഴൊക്കെ എന്നെ സംഖ്യയാക്കരുതേ എന്നൊരു വരി കൂടിയൊക്കെ കുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. BJP അനുമോദിച്ചാൽ ഇപ്പോൾ സംഖ്യയാവുമെന്നാണോ മനസ്സിലാക്കിയത്? അങ്ങനെയാണല്ലോ ഇവിടെ. അതായത് ഇപ്പം നമ്മൾ ഏതൊരു നമ്മളെ റോഡുകൾ കംപ്ലീറ്റ് ഇപ്പം ഇന്ത്യയിൽ മുഴുവൻ യാത്ര, കേരളത്തിൽ മാത്രമൊന്നുമല്ല യാത്ര ചെയ്യുന്നത്, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഇപ്പം ഗഡ്കരി എന്ന് പറയുന്ന ആ ഒരു മന്ത്രിയെ നമ്മൾ അനുമോദിച്ചേ പറ്റൂ, അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ട്. അയാൾ BJP കാരനാണെന്ന് വെച്ചിട്ട് അയാളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? എൻ്റെ രാജ്യത്തിൻ്റെ മന്ത്രിയല്ലേ അദ്ദേഹം. അതേപോലെ വികസനം തന്നാൽ മോദിയെ അഭിനന്ദിക്കുന്നതുകൊണ്ട് എനിക്കെന്താണ് പ്രശ്നം? ഇവള് സംഖ്യയാക്കിക്കോളി, ഒരു പ്രശ്നമില്ല. സംഖ്യ ആക്കരുതേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ മാത്രം നിർത്തരുതേ ഈ ഘടകത്തെ എന്നാണ് എൻ്റെ ഈ പ്രസ്താവന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിണറായി വിജയൻ ഒരു വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ മറ്റേ കൂട്ടർ നമ്മളെ കമ്മിയാക്കും, ഇവർ നമ്മളെ സംഖ്യയാക്കും, മറ്റൊരു കൊങ്ങിയാക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഒന്നുമില്ല. അതൊക്കെ ബോറടിച്ച് തുടങ്ങി കഴിഞ്ഞു ഈ സാധനത്തിൽ. ഇതൊരു അർത്ഥമില്ല. ഇനിയിപ്പോൾ വിളിക്കേണ്ടവർ വിളിച്ചോട്ടെ എന്നാണ് ഞാൻ പറയണത്. ഹരീഷ് പാരഡി എന്നുള്ള നടൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയതും വലിയ പ്രതീക്ഷയോടും കൂടി സംസാരിച്ചൊരു സിനിമയാണ് മലക്കോട്ട വാലിബൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നായിട്ട് എപ്പോഴും പറയാറുള്ളത് അയ്യനാർ എന്നുള്ള കഥാപാത്രത്തെയുമാണ്. ഈ അടുത്തതിൻ്റെ നിർമ്മാതാവ് പറഞ്ഞു രണ്ടാം ഭാഗത്തെ പറ്റിയിട്ടുള്ള ആലോചനകൾ ഏറെക്കുറെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, അതിന് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഉടനെ ഉണ്ടാവില്ല, ഇപ്പോൾ മനസ്സിലില്ല എന്നുള്ളത്. പലരും അതിനെ പാളിപ്പോയൊരു ശ്രമമായിട്ടും അതിനെ മനസ്സിലാക്കുന്നവരും സംസാരിക്കുന്നവരും ഉണ്ട്. എന്നാൽ കുറേ പേർക്ക് അതിനെ വളരെ പേഴ്സണൽ ഫേവറേറ്റുമാണ് ആ സിനിമ. അയ്യനാർക്കൊരു തുടർച്ച ഉണ്ടാവാതെ പോകുന്നത്, അല്ലെങ്കിൽ മലൈക്കോട്ട വാലിബൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാവാതെ പോകുന്നതിൽ ഹരീഷ് പാരഡി എത്രമാത്രം അസ്വസ്ഥനാണ്? രണ്ടാം ഭാഗം ഉണ്ടായാലും അയ്യനാർ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ അതിന്റെ ക്രിയേറ്റേഴ്സ് തീരുമാനിക്കേണ്ട കാര്യമാണ്. എങ്കിലും അയ്യനാർക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. രണ്ടാം ഭാഗം വേണം, അതിനൊരു പൂർണ്ണതയിലേക്ക് എത്തിപ്പെടാൻ രണ്ടാം ഭാഗം വേണം. അത് ശിവുചേട്ടൻ അത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സാമ്പത്തികമായ ഒരു ഇതിലൊക്കെ ആയിരിക്കാം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും അദ്ദേഹം തന്നെ പറയേണ്ടത് സാമ്പത്തികമായിട്ട് നഷ്ടമല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരാണ് ഇതിൻ്റെ അവസാനം വെളിപ്പെടുത്തേണ്ടത്. ഇതിന് രണ്ടാം ഭാഗം വേണോ വേണ്ടേ എന്നൊക്കെ വെളിപ്പെടുത്തേണ്ട ആളുകൾ അവരാണ്. അപ്പോൾ ലിജോ വല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനാണ് അത് വെളിപ്പെടുത്തേണ്ടത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് രണ്ടാം ഭാഗം മറ്റൊരു നിർമ്മാതാവ് വന്ന് പ്രൊഡ്യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാവില്ല എന്ന് ശിവുചേട്ടൻ പറഞ്ഞാൽ ഉണ്ടാവാതിക്കൂല. ചിലപ്പോൾ ലിജോ വിചാരിച്ചാൽ ചിലപ്പോൾ ഉണ്ടാണെങ്കിൽ ഉണ്ടാവും ചെയ്യും. നമുക്കിവിടെ നാടോടിക്കാറ്റ് കഴിഞ്ഞു, പട്ടണപ്രവേശം, അക്കരെ അക്കരെയൊക്കെ ഇത് മൂന്നാമത്തെ പ്രിയൻസ് പിന്നെ സത്യേട്ടൻ തന്നെ രണ്ട് പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ എത്ര നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഥാപാത്രങ്ങളുടെ തുടർച്ചയല്ലേ സംഭവിച്ചത്. ആദ്യത്തെ നായിക അംബിക ചേച്ചിയായിരുന്നു, അത് മാറിയിട്ട് പിന്നെ മറ്റൊരു ശോഭനായിരുന്നു, പിന്നീട് അംബിക ചേച്ചി, അങ്ങനെയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അത് ചിലപ്പോൾ പറയാനൊന്നും പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവേക്കാം.